യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് പകൽക്കാലം നമുക്കൊന്നിച്ച് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ ആരാധിപ്പാൻ സ്വർഗത്തിലെ സർവകൃപാലുവായ ദൈവം ഒരുക്കിയ നല്ല കൃപയ്ക്കായി, നല്ല അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തുടർന്നുള്ള സമയങ്ങൾ ഒരു ചിന്ത നിങ്ങളുമായി പങ്കുവെച്ച് കർത്താവിൽ പ്രാർത്ഥിപ്പാൻ ശരണപ്പെടുകയാണ്. കർത്താവ് അതിനായി നമ്മെ സഹായിക്കുമാറാകട്ടെ. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം അതിന്റെ 37 മുതൽ 39 വരെയുള്ള വേദഭാഗങ്ങൾ ഒരാൾക്ക് വായിക്കാം. റോമാലേഖനം 8-ാം അധ്യായം 37 മുതൽ 39 വരെയുള്ള വേദഭാഗങ്ങൾ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെ പൂർണ്ണജയം പ്രാപിച്ചിരിക്കുന്നു. മരണത്തിനോ ജീവനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ലെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. സ്തോത്രം. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 37 മുതലുള്ള വേദഭാഗങ്ങളാണ് നാം വായിച്ചു കേട്ട വേദഭാഗം. ഇതിനകത്ത് പൗലോസിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് പൗലോസ് ക്രിസ്തുവിന് ഒരടിമയായി തീർക്കപ്പെട്ടത് എങ്ങനെയാണെന്നാണ് ഇന്ന് പകലിൽ നാം ചിന്തിക്കുന്നത്. അതിന്റെ പ്രാരംഭ ദൂതാണ് നാം വായിച്ചു കേട്ട വേദഭാഗം. ഒരു ഭക്തന്റെ സമർപ്പണം, എങ്ങനെയുള്ള സമർപ്പണം, ആ സമർപ്പണമാണ് റോമാലേഖനം 8-ാം അധ്യായം 37 മുതൽ 39 വരെയുള്ള വേദഭാഗങ്ങളിൽ കാണുന്നത്. അപ്പം ഒരു ക്രിസ്തു ഭക്തൻ സകലതും വിട്ട് ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങി തിരിച്ചു കഴിയുമ്പോൾ അവന്റെ ജീവിതത്തിൽ വെളിപ്പെടേണ്ട ഒരാത്മീക സമർപ്പണമാണ് ഈ വേദഭാഗത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ പൗലോസ് അപ്പോസ്തലൻ അവിടെ റോമാലേഖനം 8-ാം അധ്യായത്തിൽ ഒരടിമ എങ്ങനെ ആണ് യജമാനന് സമർപ്പിക്കപ്പെടുന്നത്, അതുപോലെ പൗലോസ് തന്റെ യജമാനായ ക്രിസ്തുവിന്റെ മുമ്പിൽ സമർപ്പിക്കപ്പെടുന്ന ഒരു തലമാണ് അവിടെ വായിച്ചു കേട്ടത്. ആദ്യത്തെ പദത്തിൽ ഇപ്രകാരം പറയുകയാണ്, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. രണ്ട് കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഒന്ന്, ഇതിൽ ഒക്കെയും. രണ്ട്, പൂർണ്ണ ജയം പ്രാപിച്ചിരിക്കുന്നു. ആ വാക്യത്തിനകത്ത് ഒരു പൂർണ്ണതയുണ്ട്. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിച്ചിരിക്കുന്നു. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഈ ആണ്ടിന്റെ പ്രാരംഭ ദിവസങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന അറിയിക്കുകയാണ്. ചില വിഷയത്തിനകത്ത് നീ പൂർണ്ണ ജയം പ്രാപിക്കാൻ പോകുകയാണ്. ഇന്നലെ വരെ നിനക്ക് പ്രാപിക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ പൂർണ്ണ വിടുതൽ നേടിയെടുക്കാൻ കഴിയാത്ത നിന്റെ പ്രാർത്ഥനാ വിഷയത്തിനകത്ത് ഇന്ന് പകൽ സ്വർഗം പറയുന്നു, ഒരു പൂർണ്ണ വിടുതൽ പ്രാപിക്കുന്ന ആണ്ടായി ഈ ആണ്ട് മാറാൻ പോകുകയാണ്. അപ്പം നിന്റെ പ്രാർത്ഥനയുടെ മറുപടിക്കകത്ത് ഒരു പൂർണ്ണ വിടുതൽ വെളിപ്പെടാൻ പോകുന്നു. നീ സേവിക്കുന്ന നിന്റെ ദൈവം നിന്നെ പൂർണ്ണമായുള്ള നന്മകളാൽ അനുഗ്രഹിക്കാൻ പോകുന്നു. പൂർണ്ണ തലത്തിൽ ചില കാര്യങ്ങൾ വെളിപ്പെടാൻ പോകുക. ആ പദത്തിൽ തന്നെ നിന്നാൽ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും. പൂർണ്ണത എന്ന് പറഞ്ഞാൽ സ്തോത്രം, ബൈബിൾ സംബന്ധിച്ച് പഠിക്കുമ്പോൾ പൂർണ്ണത നൽകുന്ന ദൈവം, പൂർത്തീകരിക്കുന്ന ദൈവം, നിവർത്തീകരിക്കുന്ന ദൈവം, ഈ 3 പദങ്ങൾ വിശകലനം ചെയ്യുമ്പോഴാണ് പൂർണ്ണത നൽകുന്ന ദൈവത്തിന്റെ പൂർണ്ണമായ തലം വെളിപ്പെടുന്നത്. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയാം, യേശുക്രിസ്തുവിന്റെ 33.5 തിരുവയസ്സ്, 3.5 വർഷക്കാലത്തെ തന്റെ പരസ്യ ശുശ്രൂഷയെങ്കിൽ എവിടെയും ഒരാൾക്കും പകുതി വിടുതൽ കൊടുത്തതായി ബൈബിൾ പറയുന്നില്ല. 18 വർഷക്കാലത്തെ രക്തസ്രവക്കാരത്തെ സ്ത്രീക്ക് പൂർണ്ണ വിടുതലാണ് കൊടുത്തത്. 38 ആണ്ട് കുളക്കടവിൽ കിടന്ന മനുഷ്യന് പൂർണ്ണ വിടുതലാണ് കൊടുത്തത്. അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ മനുഷ്യന് പൂർണ്ണ വിടുതലാണ് കൊടുത്തത്. 4 ദിവസം നാറ്റം വമിച്ച ലാസറിന്റെ ജീവിതത്തിനകത്ത് പൂർണ്ണ വിടുതലാണ് കൊടുത്തത്. ഇന്ന് മകൾ പരിശുദ്ധാത്മാവ് ചിലരെ നോക്കി പ്രവചിക്കുകയാണ്, ഒരു പൂർണ്ണ വിടുതലിനായി റെഡിയായി കൊള്ളുക. നിന്റെ ജീവിതത്തിനകത്ത് ഒരു പൂർണ്ണ വിടുതൽ വെളിപ്പെടാൻ പോകുക. എപ്പോഴാണ് ഈ പൂർണ്ണത വെളിപ്പെടുന്നതെന്ന് അറിയാമോ? പൂർണ്ണ വിടുതൽ പ്രാപിക്കാൻ നമുക്ക് ഭയങ്കര
ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ പൂർണ്ണമായ ഒരു തലം നമ്മിൽ നിന്നും തുറന്നു വരുമ്പോഴാണ് ദൈവത്തിൽ നിന്നും പൂർണ്ണമായ ഒരു തലം തുറന്നു വരുന്നത്. എന്താണ് നമ്മിൽ നിന്ന് തുറന്നു വരപ്പെടേണ്ട പൂർണ്ണമായ തലം? ഒന്നാമത്തെ കാര്യം, പൂർണ്ണ ആരാധന ദൈവത്തിന് കൊടുക്കണം, പൂർണ്ണ സ്തുതി ദൈവത്തിന് കൊടുക്കണം. ആമേൻ, ഹല്ലേലൂയ. പൂർണ്ണ ആരാധന ദൈവത്തിന് കൊടുക്കാൻ തയ്യാറാകുമ്പോഴാണ് നമ്മുടെ ആരാധനയ്ക്കകത്ത് ഒരു പൂർണ്ണത ഉണ്ടാകുന്നത്. പൂർണ്ണ ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. പ്രാർത്ഥന ആമേൻ ദൈവത്തിന് കൊടുക്കാൻ തയ്യാറാകുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്ത് പൂർണ്ണത ഉണ്ടാകുന്നത്. എന്താണ് പൂർണ്ണത? അതിന് ഒറ്റ വാക്യത്തിൽ പറയാം. ആമേൻ, ഹല്ലേലൂയ. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടി ദൈവത്തെ സേവിക്കണം, ദൈവത്തെ സ്നേഹിക്കണം. ഇതാണ് ബൈബിൾ പറയുന്ന പൂർണ്ണത. പൂർണ്ണ ഹൃദയം, പൂർണ്ണ മനസ്സ്, പൂർണ്ണ ആത്മാവ്, ഇത് മൂന്നും കൂടി കൂടിച്ചേരുമ്പോഴാണ് പൂർണ്ണത വെളിപ്പെടുന്നത്. അപ്പൊ പൂർണ്ണ ഹൃദയം, പൂർണ്ണ മനസ്സ്, പൂർണ്ണ ആത്മാവ് കൂടെ ചേർന്നുകൊണ്ട് നീ പ്രാർത്ഥിച്ചാൽ നിന്റെ പ്രാർത്ഥനയ്ക്കകത്തൊരു പൂർണ്ണതയുണ്ടെന്ന്. നിന്റെ പ്രാർത്ഥന പൂർണ്ണമാകുമ്പോഴാണ് നിന്റെ പ്രാർത്ഥനയ്ക്കകത്തുള്ള വിടുതൽ പൂർണ്ണമായി വെളിപ്പെടാൻ പോകുന്ന. ഹന്നയുടെ പ്രാർത്ഥന പൂർണ്ണതലത്തിൽ വെളിപ്പെട്ടപ്പോഴാണ് പൂർണ്ണതലത്തിൽ ഒരു വിടുതൽ വെളിപ്പെടുവാൻ തയ്യാറായത്. എങ്ങനെ ഹന്നയുടെ പ്രാർത്ഥന പൂർണ്ണതലത്തിൽ വെളിപ്പെടാൻ ഇടയായി തീർന്നത്? ഹന്നയുടെ പ്രാർത്ഥന പൂർണ്ണതലത്തിൽ വെളിപ്പെടാൻ ഇടയായി തീർന്നത്, എല്ലാവരും പതിവിനാ പോയതെങ്കിലും അവൾ പതിവിനല്ല പോയത്. പതിവിനെ തെറ്റിക്കുന്ന ജനത ദൈവത്തിൽ നിന്നും പ്രാപിച്ചെടുക്കുവാൻ വേണ്ടിയാണ് അവൾ കടന്നുപോയത്. പ്രാർത്ഥന എന്ന് പറയുന്നത് അവിടെ അങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ആമീൻ പറയുന്നതിന്റെ പേരല്ല. പ്രാർത്ഥന എന്ന് പറയുന്നത് അങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞാൽ ഇങ്ങോട്ട് അതിനുള്ള മറുപടിയും കൂടെ കേട്ടിട്ട് ആമീൻ പറയുന്നതിന്റെ പേരാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രാർത്ഥനയുടെ തലത്തിൽ പൂർണ്ണത ലഭിച്ച പഴയ നിയമത്തിൽ ഹന്ന, ആമീൻ, അവൾ ആലയത്തിനകത്ത് ചെന്നു. അവൾ ദൈവസന്നിധിയിൽ അവളുടെ ഹൃദയം വെള്ളം പോലെ ദൈവസന്നിധിയിൽ പകർന്നു. ആമീൻ, സ്തോത്രം. ആമീൻ, ഹൃദയം വെള്ളം പോലെ ദൈവസന്നിധിയിൽ പകർന്നപ്പോ പുരോഹിതൻ വന്ന് ദൂത് പറയുക, നീ വീഞ്ഞ് കുടിച്ചു മത്തിയായിരിക്കുന്നു, നിന്റെ വീഞ്ഞ് ഇറങ്ങട്ടെ. ഉടനെ തന്നെ അവൾ പറയുക, ഇല്ല പുരോഹിത, ഞാൻ വീഞ്ഞ് കുടിച്ചിട്ടില്ല, എന്റെ ഹൃദയത്തിലെ സങ്കടം ഞാൻ വെള്ളം പോലെ ദൈവസന്നിധിയിൽ പകരുകയത്രേ ചെയ്തിരിക്കുന്നത്. അടുത്ത ദൂത് ഏലി പറയുകയാണ്, ആമേൻ, സ്തോത്രം, അടുത്ത ആണ്ടിൽ നീ ആലയത്തിനകത്ത് കടന്നു വരുമ്പോൾ നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്തുള്ള മറുപടിയുമായിട്ടായിരിക്കും നീ കടന്നു വരുന്നത്. കണ്ടോ, ആമേൻ. പൂർണ്ണ പ്രാർത്ഥന വെളിപ്പെട്ടപ്പോൾ അവിടെ ഒരു പൂർണ്ണ വിടുതൽ വെളിപ്പെടുക. ഇന്ന് പകലിൽ ആരെയൊക്കെ നോക്കി ദൈവത്തിന്റെ പരിശുദ്ധാത്മ പ്രവചിക്കുക. ആമേൻ. പൂർണ്ണമായ ഒരു പ്രാർത്ഥന എവിടെ നിന്ന് ഉയരുന്നോ അവിടെ ഒരു പൂർണ്ണ മറുപടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൈമാറാൻ പോകുക. ഒരു പൂർണ്ണ തലത്തിനായി ഈ ദിവസങ്ങൾ ദൈവാത്മാവ് ഇടപെടുകയാണ്. ഒരു പൂർണ്ണ തലം നിങ്ങളുടെ മുമ്പിൽ തുറക്കപ്പെടാൻ പോകുക. അപ്പൊ ഇവിടെ വായിച്ച വേദഭാഗം വേദഭാഗത്തിലേക്ക് കടന്നു വരും. ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിച്ചിരിക്കുന്നു. ഏതിലൊക്കെയും? നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം, നമ്മെ സ്നേഹിച്ച യേശുക്രിസ്തു മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിച്ചിരിക്കുന്നു. എന്തിലൊക്കെ പൂർണ്ണ ജയം പ്രാപിച്ചിരിക്കുന്നു? ഒരു അടിമയുടെ സമർപ്പണം എന്ന് പറഞ്ഞാൽ ക്രിസ്തു ഭക്തൻ ക്രിസ്തുവിന്റെ മുമ്പിൽ എങ്ങനെ സമർപ്പിക്കപ്പെടണമെന്ന് ഈ ഭാഗത്ത് പറയുന്നുണ്ട്. ആ സമർപ്പണമാണ് പൗലോസ് ഇവിടെ പറയുന്നത്. എവിടെയൊക്കെയാണ് പൂർണ്ണ ജയം പൗലോസ് പ്രാപിച്ചത്? താഴെ 3-4 കൂട്ടം ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് പൗലോസ് പൂർണ്ണ ജയം പ്രാപിച്ചു. ആമേൻ. നാമോ നമ്മെ സ്നേഹിച്ച യേശുക്രിസ്തു മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിച്ചു. ഏതിലൊക്കെ പൂർണ്ണ ജയം പ്രാപിച്ചു? മരണത്തിനകത്ത് ഒരു പൂർണ്ണ ജയം പ്രാപിച്ചു, ജീവന്റെ അകത്ത് ഒരു പൂർണ്ണ ജയം പ്രാപിച്ചു, ദൂതന്മാരുടെ അകത്ത് ഒരു പൂർണ്ണ ജയം പ്രാപിച്ചു, വാഴ്ചകളുടെ മേൽ ഒരു പൂർണ്ണ ജയം പ്രാപിച്ചു, അധികാരങ്ങൾക്ക് മേൽ പൂർണ്ണ ജയം പ്രാപിച്ചു, ഇപ്പോഴുള്ളതിന്റെ മേൽ ഒരു പൂർണ്ണ ജയം പ്രാപിച്ചു, വരുമാനമുള്ളതിന്റെ മേൽ ഒരു പൂർണ്ണ ജയം പ്രാപിച്ചു, ഉയരത്തിന്റെ മേൽ ഒരു പൂർണ്ണ ജയം പ്രാപിച്ചു, ആഴത്തിന്റെ മേൽ ഒരു പൂർണ്ണ ജയം പ്രാപിച്ചു. ഇതിനകത്തൊക്കെ ഒരു പൂർണ്ണ ജയം പ്രാപിച്ച ഭക്തൻ പറയുക, ഒരു സൃഷ്ടിക്കും ദൈവ സ്നേഹത്തിൽ നിന്നും എന്നെ വേർപിരിക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവ സ്നേഹത്തിൽ നിന്നും നിന്നെ അകറ്റിക്കൊണ്ടു പോകുന്ന എന്താണോ അതിനകത്ത് നീ ഒരു പൂർണ്ണ ജയം പ്രാപിക്കുമ്പോഴാണ് ക്രിസ്തുവിന്റെ മുമ്പിൽ നീ സമർപ്പിക്കപ്പെടുന്ന സമർപ്പണം പൂർണ്ണമായി തീരുന്നത്.
അതാണ് യഥാർത്ഥ സമർപ്പണം എന്ന് പറയുന്നത്. വാക്കുകൾ കൊണ്ട് എന്തെങ്കിലും പറഞ്ഞ് ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറയുന്നതിലല്ല കാര്യം. മറിച്ച് ക്രിസ്തുഭക്തൻ ഹല്ലേലൂയ ആമേൻ, നല്ല ക്രിസ്തുഭക്തൻ ആമേൻ സമർപ്പിക്കപ്പെടുന്ന മേഖലകൾ ഇതാണ്. ആമേൻ, നമ്മെ സ്നേഹിച്ച യേശു ക്രിസ്തു മുഖാന്തരം പൂർണ്ണ ജയം പ്രാപിക്കാം. ഇതിനകത്താണ് പൂർണ്ണ ജയം പ്രാപിക്കേണ്ടത്. ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നിന്നും നിങ്ങളെ വേർപിരിക്കുന്നതിൽ നിന്ന് നിങ്ങൾ പൂർണ്ണ ജയം പ്രാപിക്കണം. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, പ്രതിസന്ധികൾ ആമേൻ സ്തോത്രം നിങ്ങളുടെ പ്രാർത്ഥനയുടെ വീര്യത്തെ കുറയ്ക്കുന്നുവെങ്കിൽ പ്രതിസന്ധികളുടെ മേൽ നീ പൂർണ്ണ ജയം പ്രാപിക്കണം. രോഗം ആമേൻ സ്തോത്രം നിന്റെ പ്രാർത്ഥനയുടെ വീര്യത്തെ കുറയ്ക്കുന്നെങ്കിൽ രോഗത്തിന്റെ മേൽ നീ പൂർണ്ണ ജയം പ്രാപിക്കണം. ഈ ലോകത്തിൽ നീ നേരിടുന്ന ക്ലേശങ്ങളുടെ മേൽ ആമേൻ നിന്റെ പ്രാർത്ഥനയുടെ വീര്യം കുറയ്ക്കുന്നുവെങ്കിൽ നിന്റെ പ്രാർത്ഥനയുടെ വീര്യം കുറയ്ക്കുന്ന, നിന്റെ അഭിഷേകത്തിന്റെ തലങ്ങളെ ഡൗൺ ആക്കുന്ന, നിന്റെ ആത്മതലങ്ങളെ മുരടിപ്പിച്ചു കളയുന്നത് ഏതാണോ അതിനകത്തളങ്ങളിൽ ഒരു ജയം പ്രാപിക്കാൻ ഇന്നു പകൽ തയ്യാറാണെങ്കിൽ അസാധാരണമായ ഒരു വിടുതലിന് വേണ്ടി ഒരുങ്ങിക്കൊള്ളുക. ദൈവം നിന്നെ ഉപയോഗിക്കാൻ പോകുകയാണ്. അതുകൊണ്ട് ഒന്നാമത്തേത് ആമേൻ സ്തോത്രം, ഒരു ക്രിസ്തു ഭക്തന്റെ ജീവിതത്തിൽ ഒന്നാമത് നടക്കേണ്ടത് യജമാനന്റെ മുമ്പിൽ സമർപ്പിക്കപ്പെടണം. ആമേൻ, ആദ്യത്തെ സമർപ്പണത്തിന്റെ തലം ആമേൻ നിന്നെയും യജമാനനെയും തമ്മിൽ വേർപിരിക്കുന്നതിന്റെ മുകളിൽ ഒരു വിടുതൽ പ്രാപിക്കുക എന്നുള്ളതാ. ഇന്ന് പകൽ ആമേൻ അതിന്റെ മേൽ ജയം പ്രാപിക്കാൻ തയ്യാറാ. അപ്പോഴാണ് നിന്റെ സമർപ്പണം പൂർണ്ണമായി തീരുന്നത്. 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം 23 മുതലുള്ള വേദഭാഗങ്ങൾ വായിച്ച്. 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം 23 മുതൽ 30 വരെയുള്ള വേദഭാഗങ്ങൾ. ഞാൻ ബുദ്ധിപൂർവമായി സംസാരിക്കുന്നു. ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു. അധികം പ്രാവശ്യം തടവിലായി. അനവധി അടികൊണ്ടു. പലപ്പോഴും പ്രാണഭയത്തിലായി. യഹൂദരാൽ ഞാൻ ഒന്ന് കുറഞ്ഞ് 40. ഒന്നുകൂടെ വായിച്ചേ. 11-ാം അധ്യായം 23 മുതൽ 30 വരെ. അതേ ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരോ, അതെ ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരോ എന്ന് പറഞ്ഞാൽ സമർപ്പിക്കപ്പെട്ടവരെ കുറിച്ച്. എങ്ങനെ സമർപ്പിക്കണമെന്ന് മുമ്പേ പറഞ്ഞു. ക്രിസ്തുവിന്റെ ശുശ്രൂഷകന്മാരോ, ഞാൻ ബുദ്ധിഭ്രമമായി സംസാരിക്കുന്നു. ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു. അധികം പ്രാവശ്യം തടവിലായി. 1 ഏറ്റവും അധികം അധ്വാനിച്ചു. 2 അധികം പ്രാവശ്യം തടവിലായി. 3 അനവധി അടികൊണ്ടു. 4 പലപ്പോഴും പ്രാണഭയത്തിലായി. 5 യഹൂദരാൽ ഒന്ന് കുറയുക 40 അടി 5 തവണ കൊണ്ടു. 6 3 വട്ടം കോലിനാൽ അടികൊണ്ടു. 7 ഒരിക്കൽ കല്ലേറ് കൊണ്ടു. 8 3 പ്രാവശ്യം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു. 9 ഒരു രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു. 10 ഞാൻ പലപ്പോഴും യാത്ര ചെയ്തപ്പോൾ നദികളിലെ ആപത്ത്. 11 കള്ളന്മാരാലുള്ള ആപത്ത്. 12 സ്വജനത്താലുള്ള ആപത്ത്. 13 ജാതികളാലുള്ള ആപത്ത്. 14 പട്ടണങ്ങളിലെ ആപത്ത്. 15 കാട്ടിലെ ആപത്ത്. 16 കടലിലെ ആപത്ത്. 17 കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്. അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കളിപ്പ്, പൈതാഹം, പലവട്ടം പട്ടിണി, ശീതം, നഗ്നത എന്നീ അസാധാരണ സംഗതികൾ ഭവിച്ചതുകൂടാതെ എനിക്ക് ദിവസേന സർവസഭകളെയും കുറിച്ച് ചിന്താഭാരം എന്ന തിരക്കും ഉണ്ട്. ആ 23-ാമത്തെ വാക്യം തുടങ്ങി 29 വരെയുള്ള വാക്യങ്ങൾ താൻ നേരിട്ട 20-ൽ അധികം പ്രതിസന്ധികളെ കുറിച്ചാണ് പറയുന്നത്. എന്നാൽ 30-ാമത്തെ വാക്യത്തിൽ പറയുന്നത്
ഇത്രയും പ്രതിസന്ധികൾ ഞാൻ നേരിട്ടപ്പോഴും ഇപ്പോഴും ഞാൻ ആത്മഭാരത്താൽ നിൽക്കുകയാണ്. സഭയെ കുറിച്ചുള്ള, വിശ്വാസികളെ കുറിച്ചുള്ള ആത്മഭാരത്താൽ ഞാൻ ചിന്താകുലനായിരിക്കുകയാണ്. സ്തോത്രം. ഒരടിമയുടെ സമർപ്പണം കണ്ടു, യജമാനന് വേണ്ടി ഒരു ക്രിസ്തുഭക്തന്റെ സമർപ്പണം കണ്ടു. ഒന്ന്, ക്രിസ്തുവിൽ നിന്നും വേർപിരിക്കുന്നതിന്റെ മേൽ ജയം പ്രാപിക്കുക. രണ്ടാമത്തെ തലം, ഇത്രയൊക്കെ പ്രതിസന്ധികൾ ജീവിതത്തിൽ ഉണ്ടായിട്ട് അണുവിട ചലിക്കാതെ, പതറിപ്പോകാതെ, കാൽ വഴുതിപ്പോകാതെ, എടുത്ത തീരുമാനം തെറ്റായിപ്പോയി എന്ന് ചിന്തിക്കാതെ, ഒരടി പോലും പുറകോട്ട് വെക്കാതെ ആ ഭക്തൻ മുൻപോട്ടു തന്നെ കാലുവെച്ചതിന്റെ കാരണം അവന്റെ അകത്തളങ്ങളിൽ വെളിപ്പെട്ട സമർപ്പണമാണ്. അപ്പം പുറമേ ഒരു വാക്കുകൊണ്ടോ 2 മിനിറ്റ് കൊണ്ടോ പറയപ്പെടുന്നതിന്റെ പേരല്ല സമർപ്പണം. ഹൃദയത്തിനകത്തു നിന്നും വെളിപ്പെടുന്നതിന്റെ പേരാണ് സമർപ്പണം. എന്താണ് സമർപ്പണം? അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. നിന്നെ ക്രിസ്തുവിൽ നിന്നും വേർപിരിക്കുന്നതിന്റെ മേൽ നീ പൂർണ്ണമായും ജയം പ്രാപിക്കുമ്പോഴാണ് നിന്റെ സമർപ്പണത്തിന്റെ പൂർണ്ണതലം വെളിപ്പെട്ടു വരുന്നത്. എന്നാൽ രണ്ടാമത്തെ ഭാഗത്തെ കൊരിന്ത്യ ലേഖനത്തിൽ നാം വായിച്ചപ്പോ അവിടെ വളരെ അധികം കഷ്ടങ്ങൾ സഹിച്ച പൗലോസിന്റെ ഒരു നീണ്ട നിര അവിടെ പറയുക. ഈ കഷ്ടങ്ങളൊക്കെ സഹിപ്പാൻ പൗലോസിനെ പ്രേരിപ്പിച്ചത് ക്രിസ്തുവിന്റെ സ്നേഹം തന്നെ. പൗലോസ് യേശുവിന്റെ സമകാലീനായിരുന്നുവെങ്കിലും യേശുവിനെ കാണുവാൻ സാധിച്ചിരുന്നില്ല. പക്ഷെ എങ്കിലും ക്രിസ്തുവിന്റെ സ്നേഹമാണ് തന്നെ ഇത്രത്തോളമുള്ള കഷ്ടതകളിലൂടെ കടത്തിക്കൊണ്ടുപോയത്. അപ്പൊ കഷ്ടങ്ങളിൽ താൻ തകർന്നില്ല, തന്റെ വിശ്വാസത്തിന്റെ മൂർച്ച കൂടി. പ്രതിസന്ധികളിൽ താൻ ഉടഞ്ഞില്ല, തന്റെ പ്രാർത്ഥനയുടെ മണിക്കൂറുകൾ കൂടി. ആമീൻ, ഹല്ലേലൂയ. തടസ്സങ്ങളിൽ താൻ പതറിയില്ല. ആമീൻ, സ്തോത്രം. തന്റെ നിലവിളിയുടെ ശബ്ദം വർദ്ധിച്ചു. ആമീൻ, ഹല്ലേലൂയ. ശത്രു വെക്കുന്ന ഒരു കെണികൾക്കകത്തും തന്റെ ശ്രദ്ധ പതിഞ്ഞില്ല. തന്റെ ശ്രദ്ധ പതിഞ്ഞത് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവരുമായ ക്രിസ്തുവിലേക്ക് തന്റെ നോട്ടം നോക്കുന്നത് കൊണ്ട് ഒന്നിനും തന്നെ തകർത്തു കളയുവാൻ, തളർത്തി കളയുവാൻ, ക്ഷീണിപ്പിക്കുവാൻ കഴിയുകയില്ല. ഇത് പകൽക്കാലം ഒരു ക്രിസ്തു ഭക്തന്റെ സമർപ്പണം പോലെ നിങ്ങളും ഞാനും കർത്തൃകരങ്ങളിൽ സമർപ്പിക്കപ്പെടേണ്ടത് അനിവാര്യമാണ്. നമ്മൾ പാടിയില്ലേ പാട്ട്, അവസാനം പാടിയ പാട്ട്, സുന്ദരന മനോഹര നിന്നെ പിരിഞ്ഞ് ഈ ലോകയാത്രയിൽ പ്രാകൃതര ജാരന്മാരെ വാരിക്കുമോ വത്സല. അവൻ ഈ പാട്ട്, അവൻ സ്തോത്രം, ഹല്ലേലൂയ, അവൻ ഭക്തൻ വളരെയധികം സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ എഴുതിയ പാട്ടല്ല. CS മാത്യു എന്ന ഒരു കർത്തൃദാസൻ എഴുതിയ പാട്ടാണ്. ആ പാട്ട്, അവൻ സ്തോത്രം, ആ വരികൾ എഴുതുന്നത് എവിടെ വെച്ചാണെന്നറിയാമോ? തന്റെ 8 മക്കൾ ഒരുപോലെ മരിച്ച് 8 പെട്ടികൾ വീടിന്റെ മുമ്പിൽ കിടത്തിക്കിടക്കുമ്പോൾ അപ്പോൾ താൻ എഴുതുന്ന വരികളാണിത്. സുന്ദരന മനോഹര നിന്നെ പിരിഞ്ഞ് ലോകയാത്രയെ പ്രാകൃതര ജാരന്മാരെ വാരിക്കുമോ വത്സല. ആമേൻ, സ്തോത്രം. എന്തുകൊണ്ടാണ് പ്രതിസന്ധികളുടെ മധ്യത്തിൽ ഭക്തൻ ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറായത്? അവരുടെ അകത്തളങ്ങളിൽ വെളിപ്പെട്ട സമർപ്പണമാണ്. പ്രതിസന്ധിയുടെ നടുവിൽ കാലുകൾ ഇടറുന്നുവെങ്കിൽ, പതറിപ്പോകുന്നുവെങ്കിൽ, ശബ്ദം അടയുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം നീ സമർപ്പിക്കപ്പെട്ടില്ല എന്നുള്ളതാ. ഗോമൻ, ഒരുവൻ പരിപൂർണമായി സമർപ്പിക്കപ്പെട്ടാൽ 20 കൂട്ടം പ്രതിസന്ധികളുടെ അകത്തു നിന്ന് അവൻ ജയിച്ച ഭക്തൻ പറയുക, യേശു ക്രിസ്തു മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. പൗലോസ് ഇത് പറയുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം. ആമേൻ, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെ പൂർണ്ണ ജയം പ്രാപിപ്പാൻ എനിക്ക് കഴിഞ്ഞെങ്കിൽ അവൻ എന്നെക്കാളധികം നിങ്ങൾക്ക് കഴിയുമെന്ന് പൗലോസ് അവിടെ വരച്ചു കാട്ടുകയാണ്. ഇന്ന് പകൽ ദൈവാത്മാവ് ആരോടൊക്കെയോ പറയുകയാണ്, അവൻ നിങ്ങളെ സ്നേഹിച്ച ദൈവത്തിന്റെ സ്നേഹനിമിത്തം സകലത്തിന്റെ മേലും ഒരു പൂർണ്ണ ജയം പ്രാപിപ്പാൻ ഇന്ന് പകൽ ദൈവാത്മാവ് ഇടപെടുകയാണ്.
കഷ്ടങ്ങളിൽ ക്രിസ്തുഭക്തൻ തകരത്തില്ല, കഷ്ടങ്ങളിൽ അവൻ പണിയപ്പെടും. ആമേൻ. കണ്ണുനീരിൽ ക്രിസ്തുഭക്തൻ തകരത്തില്ല, കണ്ണുനീരിൽ ക്രിസ്തുഭക്തൻ ചിലതിന് അടിസ്ഥാനമിടും. ആമേൻ. ഹല്ലേലൂയ. വിലാപത്തിൽ ക്രിസ്തുഭക്തൻ തകരത്തില്ല, ആ വിലപിക്കുന്ന അനേകരെ കൈക്ക് പിടിച്ചു കൊണ്ടുവരും. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. നഷ്ടങ്ങളിലും കഷ്ടങ്ങളിലും കോട്ടങ്ങളിലും ഒരു ഭക്തൻ തകർന്നു പോകാത്തതിന്റെ കാരണം നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിച്ചിരിക്കുന്നു. പ്രതിസന്ധി വന്നിട്ടല്ല അതിന്റെ മേൽ ജയം പ്രാപിക്കേണ്ടത്. പ്രതിസന്ധി വരുന്നതിന് മുമ്പ് അതിന്റെ മേൽ ജയം പ്രാപിച്ചാൽ പ്രതിസന്ധിക്ക് നിന്നെ തകർക്കാൻ കഴിയത്തില്ല. അതിനകത്ത് നിന്ന് നീ പൊന്നുപോലെ ഇന്ന് മകൾ പുറത്തു വരുവാൻ കഴിയും. അതുകൊണ്ട് മറന്നു പോകരുത്. ഒന്നാമത്തെ പദം, യജമാനന് ഒരു വ്യക്തി അടിമയാകുന്നത് പോലെ ക്രിസ്തുവിന് തന്റെ ഭക്തൻ ഒരു അടിമയാക്കപ്പെട്ടപ്പോൾ ഇവിടെ പറയുന്ന ഒരു ഭാഗം, ഒന്ന് അടിമയുടെ സമർപ്പണം. രണ്ടാമത്തെ തലത്തിലേക്ക് വേഗത്തിൽ കടന്നു പോകാം. 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം 24 മുതൽ 28 വരെ ഒന്ന് വായിച്ചു. വായിച്ച വേദഭാഗം തന്നെ 11-ന്റെ 24 മുതൽ 28 വരെ. ശ്രദ്ധിക്കണേ. യഹൂദരാൻ ഞാൻ ഒന്നുകുറെ 40 അടി കൊണ്ടു, 3 വട്ടം കോലിനാലും അടി കൊണ്ടു, ഒരിക്കൽ കല്ലേറ് കൊണ്ടു, 3 വട്ടം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു, ഒരു രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചുകൂട്ടി. 28 വരെ ആയോ? നദികളിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്, അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കളിപ്പ്, പൈതാഹം, പലവട്ടം പട്ടിണി, ശീതം, നഗ്നത, ഇതെല്ലാം പൗലോസ് സഹിച്ചു. പരിഭവങ്ങളില്ല, പരാതികളില്ല, പരാജയങ്ങളുമില്ല. ഇതെല്ലാം സഹിച്ച ഒരു ഭക്തന് പറയാൻ കഴിയും, ഞാൻ നല്ല പോർ പൊരുതി. ഇതെല്ലാം സഹിച്ച ഭക്തന് പറയാൻ കഴിയും, എന്റെ ഓട്ടം തികച്ചു. ഇതെല്ലാം സഹിച്ച ഭക്തന് പറയാൻ കഴിയും, നീതിയുടെ കിരീടം എനിക്ക് വെച്ചിരിക്കുന്നു. സ്തോത്രം. അപ്പം ഇതെല്ലാം സഹിച്ച ഭക്തന്റെ സഹനശക്തി കണ്ടോ? സ്തോത്രം. നമ്മുടെ ജീവിതത്തിലേക്ക് നേരിടുന്ന പ്രതിസന്ധികളുടെ കണക്കെടുത്ത് നോക്കിയാൽ, തിരിഞ്ഞു നോക്കിയാൽ ഇത്രയൊന്നുമില്ല. ഒരു ചെറിയ പ്രതിസന്ധി വരുമ്പോഴേ നമ്മൾ തകർച്ചയിലേക്ക് കൂപ്പുകുത്തുകയാണ്. പൊള്ളയായ ഒരു മരവൃക്ഷം പോലെ നമ്മൾ തകർച്ചയിലേക്ക് കൂപ്പുകുത്തുകയാണ്. ഇന്ന് പകൽക്കാലം പൊള്ളയായ ഒരു മരവൃക്ഷം പോലെയല്ല, കാതലുള്ള ഒരു വൃക്ഷം പോലെയായ എത്ര പ്രതിസന്ധികൾ ജീവിതത്തിൽ നേരിട്ടാലും അതിനെയെല്ലാം അതിജീവിപ്പാനുള്ള വലിയ ഒരു ശക്തി. ഇപ്പോൾ പറഞ്ഞ ഇത്രയും കൂട്ടം കാര്യങ്ങളിലൂടെ ഭക്തൻ കടന്നുപോയിട്ട് ഭക്തൻ ഒരടി പോലും പുറകോട്ട് വെച്ചില്ല. ഭക്തന് തന്റെ ഇടത്തോടെ പറയാം, നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിച്ചിരിക്കുന്നു. പ്രിയരെ, ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഒരിടത്ത് വെച്ചല്ല, പല മേഖലകളിൽ, പല ഇടങ്ങളിൽ പോകുമ്പോഴാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിൽ അന്ത്യോക്യയിൽ വെച്ച്
14-ാം അധ്യായം നോക്കുമ്പോൾ ലുസ്ത്രയിൽ, 16-ാം അധ്യായത്തിൽ ഫിലിപ്പിയയിൽ, 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ തെസ്സലോനിക്കയിലും ബെരോവയിലും അഥാനിയയിലും, 18-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കൊരിന്ത്യയിലേക്ക്, 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ എഫേസോസിലേക്ക്, ഇങ്ങനെ നീണ്ട യാത്രകളിലൂടെ കടന്നു പോകപ്പെടുമ്പോൾ തന്റെ ജീവിതത്തിൽ നേരിട്ട സാധാരണമായ കാര്യങ്ങളെയാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ വിവരിക്കുന്നത്. പക്ഷേ പൗലോസിന്റെ ജീവിതത്തിനകത്ത് ഇത്രയെല്ലാം കഷ്ടങ്ങൾ ഉണ്ടായിട്ടും തന്റെ ശുശ്രൂഷയുടെ തലം അസാധാരണമായ വിധത്തിൽ ചേഞ്ച് ചെയ്യുകയാണ്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഓരോ അധ്യായം കഴിയും തോറും ഓരോ പട്ടണങ്ങളിലേക്ക് പൗലോസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൊരിന്ത്യ ലേഖനം, 2 കൊരിന്ത്യ ലേഖനം 11-ാം അധ്യായമാണ് നാം വായിച്ചത്. അതിനകത്ത് ആ പ്രതിസന്ധികളെ കുറിച്ച് പറയും. പക്ഷേ 11-ാം അധ്യായത്തിൽ ആ പ്രതിസന്ധികളെ പറയുന്നെങ്കിലും 13-ാം അധ്യായത്തിൽ എത്തപ്പെടുമ്പോൾ അന്ത്യോക്യയിലേക്ക് പോകുന്നു, 14-ൽ ലുസ്ത്രയിലേക്ക് പോകുന്നു, 16-ൽ ഫിലിപ്പിയയിലേക്ക് പോകുന്നു, 17-ലേക്ക് വരുമ്പോൾ തെസ്സലോനിക്കയിലേക്കും ബൊരാവിലേക്കും അഥോനിയയിലേക്കും പോകുകയാണ്. സ്തോത്രം. 18-ലേക്ക് വരുമ്പോൾ കൊരിന്ത്യയിലേക്കും, 19-ലേക്ക് വരുമ്പോൾ എഫേസോസിലേക്കും പോകുകയാണ്. അതുകൊണ്ട് പ്രതിസന്ധികൾ ഇത്രത്തോളം 11-ാം അധ്യായത്തിൽ കാണുമ്പോഴും 13 മുതൽ അങ്ങോട്ടേക്ക് പട്ടണങ്ങളിലേക്ക് പോകുകയാണ്. ആത്മീയ ശുശ്രൂഷയുടെ തലങ്ങളിലേക്ക് പോകുകയാണ്. ഒന്ന് കുറയാതെ അടുത്ത തലങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് ഭക്തനെ അയച്ചുകൊണ്ടിരിക്കുക. കാരണം ഒറ്റ കാരണമേ ഉള്ളൂ. യജമാനന്റെ മുമ്പിൽ ക്രിസ്തു ഭക്തന്റെ ജീവിതത്തിൽ വെളിപ്പെട്ട സഹനശക്തിയാണ് അതിന്റെ പ്രധാനമായ കാരണം. സഹനശക്തി ഈ പ്രതിസന്ധികളെല്ലാം അതിജീവിപ്പാൻ പൗലോസിന്റെ മേൽ വ്യാപരിച്ചു. ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഇത്രകൂട്ട പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നത് അസാധാരണമാണ്, അപൂർവമാണ്. കടന്നുപോയാൽ തന്നെ ഏതെങ്കിലും ഒരു പ്രതിസന്ധിക്കകത്ത് അവൻ പരാജയപ്പെട്ടു പോകും. പക്ഷെ ഇവിടെ നാം കാണുന്നതിൽ ഒന്നിലും ഭക്തൻ പരാജയപ്പെടുന്നില്ല. ഒന്നിൽ പോലും ഭക്തൻ പരാജയത്തിന്റെ വാക്കുകൾ പറയുന്നില്ല, ദൈവത്തെ കുറ്റപ്പെടുത്തുന്നില്ല. പ്രിയരെ, ഒരു ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി നാം ദൈവത്തെ കുറ്റപ്പെടുത്തുമ്പോൾ ഇന്ന് പകൽക്കാലം ഓർത്തുകൊള്ളുക, എത്രയെത്രയോ പ്രതിസന്ധികളിലൂടെ അപ്പോസ്തലൻ കടന്നുപോയപ്പോഴും ദൈവത്തെ കുറ്റപ്പെടുത്താതെ, ആമേൻ സ്തോത്രം, ദൈവത്തെ പരിഹസിക്കാതെ, മുമ്പോട്ട് വെച്ച കാൽ പുറകോട്ട് വെക്കാതെ അസാധാരണമായ തലത്തിലേക്ക്, ആമേൻ സ്തോത്രം, ആമേൻ, അപ്പോസ്തലന്മാർ കയറിപ്പോയതിന്റെ കാരണം അതാണ്. അതുകൊണ്ട് മറന്നു പോകരുത്, നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിച്ചിരിക്കുന്നു. അപ്പം ഇതിനകത്ത് ആമീൻ ഇതിനെയെല്ലാം അതിജീവിപ്പാനുള്ള കൃപ പരിശുദ്ധാത്മാവ് ഭക്തന്റെ മേൽ വെളിപ്പെടുത്തി എന്നുള്ളതാണ്. റോമലേഖനം 9-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് ശ്രദ്ധയെ തിരിക്കും. റോമലേഖനം 9-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. ജഡപ്രകാരം എന്റെ ചാർച്ചക്കാരായ എന്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർവിട്ട് ശാപഗ്രസ്തനാവാൻ ഞാൻ ആഗ്രഹിക്കാമായിരുന്നു. ഒന്നുകൂടെ വായിച്ചു. 9:3 റോമർ. ജഡപ്രകാരം എന്റെ ചാർച്ചക്കാരായ എന്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർപെട്ട് ശാപഗ്രസ്തനാവാൻ ഞാൻ ആഗ്രഹിക്കാമായിരുന്നു. ഒരു ക്രിസ്തു ഭക്തന്റെ ക്രിസ്തുവിനോടുള്ള ഭക്തിയാണ് അവിടെ കാണുന്നത്. ഒന്ന്, ഭക്തന്റെ സമർപ്പണം. 2, ഭക്തന്റെ സഹനശക്തി. 3, ഭക്തന്റെ ഭക്തി. യജമാനനെ കുറിച്ചുള്ള ഭക്തിയാണ് 9:3 നാം വായിച്ചു. യജമാനന്റെ മഹത്വത്തിനു വേണ്ടി
വേർപെടാനും മരിപ്പാനും ശാപമാകാനും തയ്യാറായ അപ്പോസ്തലൻ. ഒന്നും കൂടെ ഞാൻ ആവർത്തിക്കാം. യേശുവിന്റെ മഹത്വത്തിനു വേണ്ടി, യജമാനന്റെ മഹത്വത്തിനു വേണ്ടി തന്നെത്താൻ വേർപെടാനും മരിപ്പാനും ശാപമാക്കാനും തയ്യാറാക്കപ്പെട്ട ഒരു തലമുറ. പ്രിയരെ, മറന്നുപോകരുത്. യജമാനനോടുള്ള ഭക്തി കാരണം, അല്ലെങ്കിൽ യജമാനന് മുഴുവൻ മഹത്വം കൊടുക്കേണ്ടത് കൊണ്ട് ഇവിടെ അപ്പോസ്തലൻ പറയുകയാണ്, വേർപെടാൻ ഞാൻ തയ്യാറാണ്. ഒന്നുകൂടെ വായിച്ച ആ ഭാഗം. ജഡപ്രകാരം എന്റെ ചാർച്ചക്കാരായ എന്റെ സഹോദരന്മാർക്ക് വേണ്ടി, എന്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർവിട്ട്, കണ്ടോ, ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർവിട്ട് ശാപഗ്രസ്തനാവാനും ഞാൻ ആഗ്രഹിക്കാമായിരുന്നു. വേർപാട്, മരണം, ശാപം. ഭക്തൻ ചോദിക്കുകയാണ്, വേർപെടാനും മരിപ്പാനും ശാപമായി തീരാനും യേശുവിന് വേണ്ടി നിൽപ്പാൻ, ഇതെല്ലാം ഏൽക്കാനും ഭക്തൻ തയ്യാറായി. ഗലാത്യ ലേഖനം 2-20 വാക്യം വായിച്ചു. ഗലാത്യർ 2:20. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനിയും ജീവിക്കുന്നത് ഞാൻ അല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കിലുള്ള വിശ്വാസത്താൽ അത്ര. ഒന്നുകൂടെ വായിച്ചേ. എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ച് ദൈവപുത്രങ്കിലുള്ള വിശ്വാസത്താൽ അത്ര. എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി ഞാൻ മരിക്കേണ്ട ഇടത്ത് മരണമാക്കപ്പെട്ട ദൈവപുത്രന് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. പറഞ്ഞാൽ യേശുവിന് വേണ്ടിയാണ് ജീവിക്കുന്നത് എന്നാണ് പൗലോസ് അപ്പോസ്തലൻ അവിടെ പ്രതിപാദിക്കുക. അപ്പം വേർപെടാനും മരിപ്പാനും ശാപമാകാനും ദൈവത്തിന് മുഴുവൻ മഹത്വം ലഭിക്കേണ്ടതിന്, അല്ലെങ്കിൽ ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, യജമാനന്റെ കർത്താവിന്റെ മഹത്വത്തിനു വേണ്ടി ഇതെല്ലാം സഹിപ്പാൻ താൻ തയ്യാറാണ്. ഇതെല്ലാം വേർപെടാനും ആമേൻ മരിപ്പാനും ശാപമാകാനും താൻ തയ്യാറാക്കപ്പെടുക. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ആമേൻ നിങ്ങളെ പ്രബോധിപ്പിക്കുക. ആമേൻ സകല പ്രതിസന്ധികൾക്കകത്ത് ഒരു ജയം അനിവാര്യമാണ്. ഒന്ന്, ആമേൻ സ്തോത്രം, യഥാർത്ഥമായ ഒരു സമർപ്പണം വെളിപ്പെടണം. 2, പ്രതിസന്ധികളുടെ മേൽ ഒരു സഹനശക്തി പൗലോസിന്റെ മേൽ വെളിപ്പെടുക. 3, യജമാനന് മുഴുവൻ മഹത്വം കൊടുപ്പാൻ ആമേൻ യജമാന ഭക്തി തന്റെ അകത്ത് വർദ്ധിക്കുക. അപ്പം ഒരു ക്രിസ്തു ഭക്തൻ എന്നും പരാജയപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ നീ എങ്ങനെ ജയിക്കണം എന്നുള്ളത് തിരുവഴുത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. നിനക്ക് പരാജയം ഉണ്ടാകാതിരിക്കാനുള്ള വഴികൾ തിരുവഴുത്തിനകത്തുണ്ട്. ആമേൻ, നിന്റെ മേൽ ജയം വെളിപ്പെടുവാനുള്ള വഴികൾ തിരുവഴുത്തിനകത്തുണ്ട്. അപ്പൊ പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടതുപോലെ ആമേൻ ചില മേഖലകളിൽ നാം ഒന്ന് ഒരുക്കപ്പെടുകയും പണിയപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ അസാധാരണമായ തലങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുവാനിടയായിത്തീരും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം മറന്നു പോകരുത്. ആമേൻ, ക്രിസ്തുവിന് വേണ്ടി ചിലത് സഹിക്കുന്നത് നല്ലതാ. ക്രിസ്തുവിന് വേണ്ടി ചിലത് സ്വയം ഏറ്റെടുക്കുന്നത് നല്ലതാ. ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ശാപമാകുന്നതിനേക്കാളും, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, നാറ്റം വമിക്കുന്നതിനേക്കാളും ക്രിസ്തുവിന് വേണ്ടി സൗരഭ്യവാസനയായി തീർക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഒരു പ്രതിസന്ധിയിലും നിങ്ങൾ പട്ടുപോകരുതെന്ന്
ദൈവം ആഗ്രഹിക്കുന്നു. പട്ടുപോകുവാനായി ദൈവം ഒരു പ്രതിസന്ധിയും ആർക്കും അനുവദിക്കത്തില്ല. തകർന്നു പോകാനായി ദൈവം ആർക്കും ഒരു പ്രതിസന്ധിയും അനുവദിക്കത്തില്ല. ആ പ്രതിസന്ധിക്കകത്ത് എനിക്ക് ജയിക്കാൻ കഴിയും എന്ന് എന്റെ അപ്പന് ബോധ്യം വരുമ്പോഴാണ് ഞാൻ ആ പ്രതിസന്ധികളുടെ അകത്തൂടെ കടക്കപ്പെടുന്നത്. അതിനകത്ത് ദൈവം ആരാ എന്ന് പറഞ്ഞ ദൈവത്തെ ചോദ്യം ചെയ്യാനോ ദൈവത്തിന്റെ സന്നിധിയിൽ പിറുപിറുപ്പാനോ നാം തയ്യാറാകരുത്. അങ്ങനെയാണെങ്കിൽ പൗലോസ് എത്രയധികം ചെയ്യണമായിരുന്നു. ഇതെല്ലാം സഹിച്ചിട്ടും അവൻ പറയുക, എനിക്ക് വേണ്ടി പ്രാണനെ വെച്ചുകൊടുത്തതിനാൽ മുഴുവൻ മഹത്വവും യേശുവിന്. ആമേൻ. യേശുവിന് വേണ്ടി, യജമാനന് വേണ്ടി വേർപെടാൻ ഞാൻ തയ്യാറാണ്, മരിപ്പാൻ ഞാൻ തയ്യാറാണ്, ശാപമായി തീരാനും ഞാൻ തയ്യാറാണ്. ക്രിസ്തു ഭക്തന്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവകൃപയുടെ ദൈവതേജസ്സിന്റെ ജ്വലനം കണ്ടോ? ഹല്ലേലൂയ. മറന്നു പോകരുത്. 1 കൊരിന്ത്യർ ലേഖനം 9-ാം അധ്യായം 27-ാമത്തെ വാക്യം കൂടെ വായിച്ചു. 1 കൊരിന്ത്യർ ലേഖനം 9-ാം അധ്യായം 27. മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരാത്തവനായി തീരാതിരിക്കേണ്ടതിനാണ് എന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുകയത്രേ ചെയ്യുന്നത്. കണ്ടോ? ശുശ്രൂഷയുടെ ഗൗരവം മനസ്സിലായി. അനേകർക്ക് അറിയാത്തൊരു ശുശ്രൂഷയുടെ ഗൗരവമാണ് ഇവിടെ പൗലോസ് ആമേൻ വെളിപ്പെടുത്തുന്നത്. മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരാത്തവനായി തീരാതിരിക്കേണ്ടത്. യജമാനൻ തന്റെ മേൽ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതലകൾക്കകത്തുള്ള കർത്തവ്യങ്ങൾക്കകത്തുള്ള അവബോധമാണ് ഭക്തൻ ഇവിടെ അങ്ങനെ പറയാൻ കാരണം. സ്തോത്രം. യജമാനൻ ഏൽപ്പിച്ചിരിക്കുന്നതിനകത്ത് വിശ്വസ്തനായി തീരുവാൻ വേണ്ടിയാണ്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. വിശ്വസ്തനായി നിൽക്കുവാൻ വേണ്ടിയാണ് ഭക്തർ ഇവിടെ ആ ശുശ്രൂഷയുടെ ഗൗരവം വെളിപ്പെടുത്തുന്നത്. എല്ലാവർക്കും പ്രസംഗിക്കാൻ കഴിയും, പക്ഷേ പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരാത്തവനായി തീരാതിരിക്കേണ്ടതിന് അവിടെയാണ് ശുശ്രൂഷയുടെ ഗൗരവം മനസ്സിലാകുന്നത്. ആമേൻ. സ്തോത്രം. അങ്ങനെ തീരാതിരിക്കണം എന്നതാണ് ബൈബിൾ പറയുന്നത്. എന്നാൽ പലയിടങ്ങളിലും മറിച്ചാണ് സംഭവിക്കുന്നത്. ആമേൻ. പ്രസംഗിച്ച ശേഷം അവരവർ തന്നെ കൊള്ളരാത്തവരായി തീർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലയളവിനകത്ത് ബൈബിൾ പറയുന്നത് നിങ്ങൾ അങ്ങനെ ആവാതിരിപ്പാൻ ആമേൻ ബൈബിൾ ആഗ്രഹിക്കുന്നു, പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. അനേകർക്ക് അറിയാത്ത ഈ ആത്മീക ശുശ്രൂഷയുടെ ഫലം ഇന്ന് പകൽക്കാലം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് നിങ്ങളെ യജമാനൻ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾക്കകത്ത്, കർത്തവ്യങ്ങൾക്കകത്ത്, ചുമതലാബോധത്തിനകത്ത് അവൻ വിശ്വസ്തരായി നിന്നുകൊണ്ട്, തിരുമുഖം നോക്കിക്കൊണ്ട്, തിരുക്കരത്തിൽ നിന്നും സഹായങ്ങൾ പ്രാപിച്ച ആമേൻ തിരുപാദപീഠത്തിൽ ഇരുന്നു കൊണ്ട് ആമേൻ ഹല്ലേലൂയ തിരുഹൃദയത്തിന്റെ താല്പര്യം അനുഷ്ഠിച്ച് മുന്നേറാൻ നിങ്ങൾ തയ്യാറായാൽ നിശ്ചയമായിട്ടും ഒരത്ഭുതം വെളിപ്പെടുവാൻ ഇടയായി. അടിമയെ കുറിച്ച് പറയുമ്പോൾ അടിമയ്ക്ക് മറ്റൊരു പ്രത്യേകതയും കൊടുക്കും. അടിമയുടെ മുകളിൽ യജമാനന്റെ പേര് എഴുതി വെക്കും. എന്തിനാന്ന് ചോദിച്ചാൽ അടിമ എങ്ങും ഓടിപ്പോകാതിരിക്കാൻ. അടിമയുടെ മുകളിൽ യജമാനന്റെ പേര് എഴുതി വെക്കും. കാണുന്നവർക്ക് മനസ്സിലാകും ഇവൻ ഇന്ന യജമാനന് അടിമയാണ്. ഇതുപോലെ പൗലോസിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടപ്പോൾ പൗലോസ് പറയുന്നു, യേശുവിന്റെ രക്തം എന്റെ ശരീരത്തിൽ ഞാൻ ചൂടടയാളമായി സ്വീകരിച്ചിരിക്കുന്നു. യേശുവിന്റെ രക്തം എന്റെ ശരീരത്തിന്റെ മേൽ ചൂടടയാളമായി വെളിപ്പെട്ടതുകൊണ്ട് ഇവിടെ പറയുക, അടിമയുടെ മേൽ യജമാനന്റെ പേർ എഴുതി വെക്കുന്നത് പോലെ പൗലോസ് പറയുന്ന ഒരു പ്രാധാന്യമേറിയ പദമാണ് ഹല്ലേലൂയ. രണ്ടാമത്തെ പദം എന്ന് പറയുന്നത് ഞാൻ ക്രിസ്തുവിന്റെ പത്രമായി തീരുവാൻ ആഗ്രഹിക്കുന്നു. അപ്പം യജമാനന്റെ മേൽ, അടിമയുടെ മേൽ യജമാനന്റെ പേർ എഴുതി വെക്കും. ഇത് ക്രിസ്തുവിന്റെ പത്രമായി തീർക്കപ്പെടുമ്പോൾ യജമാനന്റെ പേർ എഴുതി വെക്കേണ്ട കാര്യം വരുന്നില്ല. ക്രിസ്തുവിന്റെ പത്രമായി തീരുമ്പോൾ കാണുന്നവരും നോക്കുന്നവരും കേൾക്കുന്നവർക്കും
മനസ്സിലാകും ഇവൻ ക്രിസ്തുവിൻ ഉള്ളവൻ ആണെന്ന്. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് കാണുന്നവരും നോക്കുന്നവരും പോകുന്നവരും അവർ പറയും ഇവർ ക്രിസ്തുവിനുള്ളവർ. കാരണം രക്തത്താൽ ഇവർ മുദ്രയിടപ്പെട്ടവരാണ്. യേശുവിന്റെ രക്തം ഞങ്ങളുടെ ശരീരങ്ങൾ ചൂടടയാളമായി സ്വീകരിച്ചിരിക്കുന്നു. യേശുവിന്റെ പത്രങ്ങളായി മാറുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇത് രണ്ട് തലങ്ങളും വെളിപ്പെട്ട് വരുമ്പോഴാണ് പൂർണ്ണമായും നമ്മൾ ആ ദൈവിക ബന്ധത്തിലേക്ക് അടിയുറയ്ക്കുവാൻ ഇടയായിത്തീരുന്നു. ശരിക്കും പൗലോസ് ക്രിസ്തുവിന് അടിമയായിരുന്നു. വേണമെങ്കിൽ അങ്ങനെ പറയാം, ക്രിസ്തുവിന് അടിമയായി തീർന്നു. അതുകൊണ്ടാണ് ഇത്രയും പ്രതിസന്ധികളുടെ അകത്ത് ഭക്തൻ പതറിപ്പോകാതിരുന്നത്. ഒന്ന്, ഭക്തന്റെ സമർപ്പണം, നിങ്ങൾ സമർപ്പിക്കപ്പെട്ടവരായി തീരണം. രണ്ട്, ഭക്തന്റെ സഹനശക്തി, നിങ്ങൾ സഹനശക്തി ഉള്ളവരായി തീരണം. മൂന്ന്, ഭക്തന്റെ യജമാനനോടുള്ള ഭക്തി, ദൈവത്തെ ഭക്തിയുള്ളവരായി, ദൈവത്തോടുള്ള ഭക്തി മുറുകെ പിടിക്കുന്നവരായി തീരണം. നാല്, യജമാനനോടുള്ള തന്റെ ചുമതലാബോധം, കർത്തവ്യബോധം, യജമാൻ ഏൽപ്പിച്ചിരിക്കുന്നതിനകത്ത് വിശ്വസ്തരായി നിൽക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കുമാറാണ്. യജമാനൻ ഏൽപ്പിച്ചിരിക്കുന്നതിനകത്ത് ചുമതലാബോധത്തോട് കർത്തവ്യബോധത്തോടുകൂടി നിൽപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കുമാറാണ്. അപ്പൊ പൗലോസ് ക്രിസ്തുവിന് അടിമയായി തീർന്നതുപോലെ നിങ്ങളും ക്രിസ്തുവിന് അടിമയായി തീരും. യജമാനന് ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, അടിമയോടുള്ള ഒരു ഹിതം പോലെ സകലതും തന്റെ ജീവിതത്തിൽ വന്ന സകല പ്രതിബന്ധങ്ങളെ, പ്രതിസന്ധികളെ അതിജീവിപ്പാൻ അടിമയുടെ മേൽ വ്യാപരിച്ച ആ ദൈവകൃപ. ഈ ഭാഗങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം അതിന്റെ തീഷ്ണതയിലൂടെയാണ് ഭക്തൻ കടന്നുപോയത്. അതുകൊണ്ട് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്ന ഒരു പദമുണ്ട്. എന്താണെന്നറിയാമോ? വായിച്ച ആദ്യത്തെ വേദഭാഗത്തിൽ കിടപ്പുണ്ട്, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിച്ചിരിക്കുന്നു. നിങ്ങളോ നിങ്ങളെ സ്നേഹിച്ച ക്രിസ്തു മുഖാന്തരം നിങ്ങളുടെ ജീവിതത്തിൽ നേരിടുന്ന സകല പ്രതിസന്ധിക്കകത്ത് പൂർണ്ണ ജയം പ്രാപിക്കണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ആഗ്രഹിക്കുകയാണ്. അതിനെന്താണ് ചെയ്യേണ്ടത്? പൂർണ്ണമായി നിങ്ങൾ സമർപ്പിക്കപ്പെട്ടു കൊടുക്കണം. പൂർണ്ണമായ ഒരു സഹനശക്തി പ്രാപിക്കണം. പൂർണ്ണമായി ദൈവത്തോട് ഭക്തിയുള്ളവരായി തീരും. പൂർണ്ണമായ തലങ്ങളിൽ നിങ്ങളുടെ മേൽ പകരപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ, കർത്തവ്യബോധങ്ങൾ, ചുമതലാബോധങ്ങൾ, ദൈവമേൽപ്പിക്കപ്പെട്ട വിളിക്കകത്ത് വിശ്വസ്തരായി നിൽക്കുവാൻ, ആ വിളിയുടെ പൂർത്തീകരണത്തിലേക്ക് എത്തപ്പെടുവാൻ. പൗലോസ് തന്റെ വിളിയുടെ പൂർത്തീകരണത്തിലേക്ക് എത്തിയപ്പോഴാണ് ഭക്തൻ പറയുന്നത്, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തുകൊണ്ട്. ഒന്ന്, പോർ പൊരുതി. രണ്ട്, ഓട്ടം തികച്ചു. മൂന്ന്, വിശ്വാസം കാത്തു. ഇത് മൂന്നും വെളിപ്പെടുമ്പോഴാണ് നാലാമത്തെ തലം തുറന്നു വരുന്നത്, നീതിയുടെ കിരീടം.